In this class, we are going to discuss about square and square roots. So what is a square? Square നമുക്കറിയാം. ആ സ്ക്വയർ ആണോ ഈ സ്ക്വയർ? 4 sided ഉള്ള ഒരു quadrilateral ആണ് സ്ക്വയർ എന്നറിയാം. ബട്ട് ഹിയർ വി ആർ ഡിസ്കസിങ് അബൌട്ട് സ്ക്വയർ ഓഫ് നമ്പർ. സ്ക്വയർ ഓഫ് നമ്പർ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സ്ക്വയർ ഓഫ് എ നമ്പർ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനില് സ്ക്വയർ എന്താണെന്ന് നമുക്കറിയാലോ. വാട്ട് ഈസ് 4 സ്ക്വയർ? 4 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4 into 4 that is equal to 16. ഓക്കെ, ആ സ്ക്വയർ തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന സ്ക്വയർ. സോ ഹിയർ വാട്ട് ഈസ് 3 സ്ക്വയർ? 3 സ്ക്വയർ ഇസ് 3 into 3 9. സോ നമുക്ക് പറയാം 9 എന്ന നമ്പർ 3യുടെ സ്ക്വയർ ആണ്. 9 is the square of 3. Okay. So what is the square of 5? 5ന്റെ സ്ക്വയർ എന്താണ്? 5ന്റെ സ്ക്വയർ 5 square is equal to 25. സോ നമുക്ക് പറയാം 25 5ന്റെ സ്ക്വയർ ആണ്. 25 is the square of 5. Can you tell me which set of numbers these all? 1, 2, 3, 4. ഇതിനൊരു പേരുണ്ടല്ലോ. എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ്. 1 സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് എല്ലാം നാച്ചുറൽ നമ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയും. 1 നിന്നാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് അല്ലേ? സോ these are natural numbers or counting numbers. So natural numbers ന്റെ സ്ക്വയർ നമ്മൾ ഇവിടെ എഴുതാൻ പോവാണ്. 1 ഫസ്റ്റ് നമ്പർ ഈസ് 1. 1ന്റെ സ്ക്വയർ എന്താണ്? 1 itself. 1 into 1 1 തന്നെയാണ്. Then 2. 2ന്റെ സ്ക്വയർ എന്താണ്? 2 സ്ക്വയർ ഈസ് 2 into 2 4. Then what is 3 square? 9. Then next 16. Then 25, 36. Next number എന്തായിരിക്കും? 6 കഴിഞ്ഞു വരുന്ന നമ്പർ 7. So here it is 49, etc. So ഇങ്ങനെയുള്ള ഈ നമ്പേഴ്സിനെ, അതായത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ ആയി വരുന്ന ഈ നമ്പേഴ്സിനെ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയും. പെർഫെക്റ്റ് സ്ക്വയർ. Okay, perfect square. Next we can see what is a square root. 3 square. 3ന്റെ സ്ക്വയർ എന്താണ്? 3 square is 9. So 9 is the square of 3. നമുക്ക് വേറൊരു രീതിയിലും പറയാം. 9ന്റെ സ്ക്വയർ റൂട്ടാണ് 3. 9ന്റെ സ്ക്വയർ റൂട്ട്. So square root of 9 is 3. എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ റൂട്ടിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് ഇങ്ങനൊരു സൈൻ നമ്മൾ യൂസ് ചെയ്യും. ദെൻ ഇതിന്റെ ഉള്ളിലായിട്ട് ഇൻസൈഡിൽ നമ്മൾ 9 എന്ന് എഴുതും. സോ വാട്ട് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 9? ഇറ്റ് ഈസ് 3. അതായത് 9നെ ഏതോ നമ്പറിന്റെ സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റും. ആ നമ്പർ ആണ് അതിന്റെ സ്ക്വയർ റൂട്ട്. 9 is same as 3 square. സോ അതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, സ്ക്വയർ റൂട്ട് ഓഫ് 9നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 into 3. 3 into 3 ദാറ്റ് ഈസ് ഈക്വൽ ടു, അതായത് സ്ക്വയർ റൂട്ടിൽ 2 സെയിം നമ്പർ വന്നു കഴിഞ്ഞാൽ അതിലൊരു നമ്പർ ആയിരിക്കും അതിന്റെ സ്ക്വയർ റൂട്ട്. ക്ലിയർ? സോ സ്ക്വയർ റൂട്ട് ഓഫ് 9 ഈസ് 3. സ്ക്വയർ റൂട്ട് ഓഫ് 16. 16 ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ ആണല്ലോ. ഏത് നമ്പറിന്റെയാണ്? 4ന്റെ സ്ക്വയർ ആണ്. Is it? So here we can write this as 16 is same as 4 square or 4 into 4. So 4 into 4 എന്ന് പറയുമ്പോൾ 1 നമ്പർ, സെയിം നമ്പർ നമുക്ക് ഔട്ട്സൈഡിലോട്ട് എടുക്കാം. That is 4. So square root of 16 is 4.
Then what is square root of 36? ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് 36? We know 6 square is same as 36. So what is the square root of 36? It is 6. Okay, അപ്പൊ നമുക്ക് പറയാം 6ന്റെ സ്ക്വയർ ആണ് 36. തിരിച്ചു പറയുമ്പോ എങ്ങനെ പറയാം? 36ന്റെ സ്ക്വയർ റൂട്ട് ആണ് 6. ഓക്കെ, പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ആക്ച്വലി എന്താണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, let 36 is it a perfect square? അതായത് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. ഹിയർ root 36. What is root 36 or square root of 36? We know that is 36 is same as 6 into 6 or 6 square. So the answer is 6. Okay, so idoru natural number aanu. So 36 is a perfect square. Then what about 49? Is it a perfect square? Yes, ഏതൊരു നമ്പറിന്റെ സ്ക്വയർ ആണ് 49 അല്ലെ? ഏതൊരു നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ ആണ് 49. സോ സ്ക്വയർ റൂട്ട് ഓഫ് 49 is equal to it is 7. ഓക്കെ, അതായത് 49 നമുക്ക് 7 into 7 എന്ന് എഴുതാം. സോ the square root is 7. So 49 is a perfect square. What about this number 100? 100 is the square of 10, is it? 10 ന്റെ സ്ക്വയർ ആണ് 100. So square root of 100 is equal to 10. So 100 is a perfect square. What is the square of 30? 30 ന്റെ സ്ക്വയർ എന്താണ്? That means 30 square we want to find. 30 square is equal to 30 into 30, is it? So 30 into 30 is equal to, so we can multiply these numbers. 0 അല്ലാത്ത നമ്പർ എടുത്ത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. That is 3 into 3 is 9 and that 2 zeros we can add here. Okay, 30 into 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ മെത്തേഡിൽ ചെയ്യാം. അതായത് 0 ഇല്ലാത്ത നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. Then we can do this. Okay, ഈ നമ്പർ നമ്മൾ എടുത്തപ്പോ അതായത് 30യുടെ സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത്. 30യിൽ എത്ര സീറോസ് ഉണ്ടായിരുന്നു? ഓൺലി 1 zero. ബട്ട് ഇൻ ദ ആൻസർ ഇറ്റ് ഈസ് 2 0. ഓക്കെ, സീറോ ഒരു സീറോ ഉള്ളത് 2 0 ആയി. ഓക്കെ, ദെൻ 3യുടെ സ്ക്വയർ എഴുതി 9. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇനി ചെയ്യുന്ന പ്രോബ്ലംസിലും നമുക്ക് ഇതുപോലെ തന്നെയാണോ, ഡബിൾ ആയി വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് പ്രോബ്ലം ഈസ് 400 square. Square of 400 we want to do. 400 square. So we write 400 into 400, that is equal to 4 into 4. 4 into 4 is 16. Then this all zeros we can add here. That is, how many zeros are there? 4 zeros. Okay, so in the answer ഇവിടെ 2 zeros ആയിരുന്നു. ആൻസറിൽ എന്ത് വന്നു? ആൻസറിൽ 4 0 ഇതിന് ഡബിൾ ആയി അല്ലേ? 4ന്റെ സ്ക്വയർ എഴുതി 60. വാട്ട് അബൌട്ട് ദിസ് വൺ? 7000. 7000ന്റെ സ്ക്വയർ എന്തായിരിക്കും? 7000 we can just write here 7000 into 7000, that is equal to 7 into 7 is 49. Then how many zeros there? 6 zeros. So 1 2 3 4 5 6. That means ഇതിന്റെ ഡബിൾ ആയിട്ട് വരാണ് ആൻസറിൽ. Okay, the next one 6 into 10 raised to 25. So നമുക്ക് ഇവിടെ കണ്ട പ്രോബ്ലംസിലെല്ലാം ഈ സീറോസ് സ്ക്വയർ ചെയ്യുമ്പോൾ ഈ സീറോസ് എല്ലാം നമ്പർ ഓഫ് സീറോസ് എല്ലാം ഡബിൾ ആയിട്ട് വരുന്നു.
അതുപോലെ തന്നെയാണ് ആ റൂളും പോകുന്നത് അല്ലെ. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള പ്രോബ്ലംസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ 6 into 10 raised to 25 എന്ന് പറയുമ്പോൾ 6ന്റെ സ്ക്വയർ നമുക്ക് എഴുതാം. 6 into 6 into 10 raised to 25ന്റെ സ്ക്വയർ എഴുതിയാൽ മതി അല്ലെ. സോ ദിസ് ഇസ് ഈക്വൽ ടു 6 into 6 is 36 into 10 raised to 25 whole square ആണ് അല്ലെ. സോ ഹിയർ we can multiply. So here 10 raised to power rule ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലേ. സോ വി വാണ്ട് ടു മൾട്ടിപ്ലൈ ഹിയർ. 25 into 2 is 50. So this is the required answer. സോ ഈ കാര്യം നമുക്ക് മനസ്സിലുണ്ടായിരിക്കണം. ഇതിൽ എത്ര സീറോസ് ഉണ്ടോ അതിന്റെ ഡബിൾ ആയിട്ടാണ് വരുന്നത്. ഓക്കെ. സോ അതായത് നമ്പർ ഓഫ് സീറോസ് ഇൻ സ്ക്വയേഴ്സ്, സ്ക്വയർ ഫൈൻഡ് ഔട്ട് ചെയ്ത ആൻസറിൽ നമ്പർ ഓഫ് സീറോസ് എപ്പോഴും ഈവൻ നമ്പർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ. അത് ഒരിക്കലും ഓഡ് നമ്പർ ആയിരിക്കില്ല. ബിക്കോസ് ഇതിന്റെ ഡബിൾ ആയിരിക്കും എപ്പോഴും വരാം. സോ ഇവിടെ ഓഡ് നമ്പർ ആയിട്ട് വരാണെങ്കിൽ അത് ഒരു നമ്പറിന്റെയും സ്ക്വയർ ആയിരിക്കില്ല. ഓക്കെ. സോ നമ്മളോട് ചോദിക്കും ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇത് ഈവൻ നമ്പേഴ്സ് ആണ് 0 എങ്കിൽ പിന്നെ നമുക്ക് അടുത്ത നമ്പറിലോട്ട് പോയാൽ മതി. അത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ. ഇനി ഇത് ഓഡ് നമ്പർ ഓഫ് സീറോസ് ആണെങ്കിൽ നമുക്ക് പറയാം അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് പറയാം. സോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് കുറച്ച് നമ്പേഴ്സ് തന്നിട്ട് അത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ. സോ ഫസ്റ്റ് നമ്പർ ഈസ് 2500. We want to check whether this is a perfect square. അതായത് ഏതെങ്കിലും ഒരു നമ്പറിന്റെ, നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ ആണോ ഇത് എന്ന് ചോദിക്കാണ്. സോ ഇവിടെ കാണാം നമുക്ക് 2 സീറോസ് ആണ്. നമ്പർ ഓഫ് സീറോസ് 2 ആണ്, ഈവൻ നമ്പർ ആണ്. സോ അത് പെർഫെക്റ്റ് സ്ക്വയർ ആവാൻ സീറോസിന്റെ കേസിൽ ഓക്കെ ആണ്. സോ വാട്ട് അബൌട്ട് 25? ഇനി നമുക്ക് 25 നോക്കിയാൽ മതി. 25 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതായത് 5 into 5 ആണ് 25. So we can write this number as 50 into 50 or 50 square. Is it? So we can tell that 2500 is a perfect square. Okay. Then what about the next number? What about 36,000? Is it a perfect square? 36 is a perfect square, right? 36നെ നമുക്ക് 6ന്റെ സ്ക്വയർ ആയിട്ട് എഴുതാം. 6ന്റെ സ്ക്വയർ ആണ് 36. What about this number? That means 36 into 1000. We can rewrite this as like this. So 36 into 1000. 36 is a perfect square, but what about 1000? നമുക്ക് കാണാം സീറോസിന്റെ നമ്പർ ഓഡ് നമ്പേഴ്സ് ആയിട്ട് കാണുന്നത് അല്ലേ. സോ ദിസ് കാണ്ട് ബി എ പെർഫെക്റ്റ് സ്ക്വയർ. 36നെ നമുക്ക് 6ന്റെ സ്ക്വയർ എഴുതി. 1000ന് ഏത് നമ്പറിന്റെ സ്ക്വയർ, ഏത് നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ ആയിട്ടാണ് നമുക്ക് എഴുതാൻ പറ്റുക? വി കാൺ ഡു. ഇസ് ഇറ്റ് 100 ആയിരുന്നെങ്കിൽ നമുക്ക് 10 സ്ക്വയർ എന്ന് എഴുതായിരുന്നു. സോ വി ക്യാൻ റൈറ്റ് ആസ് 36,000 ഈസ് നോട്ട് എ പെർഫെക്റ്റ് square. Clear? What about 1500? സീറോസ് ചെക്ക് ചെയ്തപ്പോൾ ഈവൻ നമ്പേഴ്സ് തന്നെയായിട്ടാണ് ഇരിക്കുന്നത്. What about 15? 15 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? നോ. ഏതെങ്കിലും നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ 15 ആയിട്ട് വരുമോ? നോ. സോ സീറോസ് കറക്റ്റ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, ഈ നമ്പറും കൂടി നമ്മൾ ചെക്ക് ചെയ്യാം. സോ ദിസ് ഈസ് ഓൾസോ നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഈസ് 9 into 10 raised to 7. സോ 9 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. വാട്ട് അബൌട്ട് ദിസ്? 10 raised to 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോസിന്റെ നമ്പർ 7 എന്നാണ് മീനിങ് അല്ലേ. സോ odd number ആയിട്ട് വരുന്നു. So this is also is not a perfect square. Then what about this
16 into 10 raised to 24. So 16 into 10 raised to 24 എന്ന് പറയുമ്പോൾ ഏതിന്റെ സ്ക്വയർ ആയിട്ട് എഴുതാം? 16 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, is it? So 4ന്റെ സ്ക്വയർ ആണ് 16. So 16 is 4 square. Then 10 raised to 24. ഇവിടെ നമുക്ക് കാണാം ഇത് ഈവൻ നമ്പർ ആണ്. ദാറ്റ് മീൻസ് 10 raised to 12ന്റെ സ്ക്വയർ ആണ് 10 raised to 24. So this is a perfect square. Okay.